ഹായ് കൂട്ടുകാരെ, റീലൊന്നും അല്ല കേട്ടോ. ഇതൊരു പുതിയൊരു പരിപാടി തുടങ്ങാൻ വേണ്ടിയുള്ളൊരു സംരംഭമാണ്. നമ്മുടെ അടുത്തുള്ളൊരു കൊച്ചാമ്മ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഈ അച്ചാറും മീനച്ചാറും ഒക്കെ ഇടുന്നുണ്ട്. അതൊന്ന് എല്ലാവരെയും കാണിക്കാനും ഒന്ന് കാണാനും, അതുകൊണ്ട് എല്ലാവരും വാ, നമുക്കതൊന്ന് കാണാം. ഇതാണ് കൊച്ചാമ്മ, കൊച്ചമ്മയുടെ മകളാണ്. കൊച്ചാമ്മ, നമ്മൾ എന്താ ഇന്ന് ബീഫ് അച്ചാർ ഇടാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അതിന്റെ ചേരുംപൊടി ചേർക്കേണ്ടത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവ, കുരുമുളക് പൊടി, ഉപ്പ്, കരിയാപ്പല, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നല്ലെണ്ണ, കായപ്പൊടി. ഉള്ളി ഒന്ന് ചൂടാകട്ടെ, എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയ്ക്കകത്ത് ഇട്ടാല് അധികം നാള് ഇരിക്കത്തുള്ളൂ. സാധു ഇച്ചിരി ഇരുന്നാലും കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 കിലോ എണ്ണയാണ് ഇത് ചേർക്കുന്നത്. 5 കിലോ ബീഫ് അച്ചാർ ഇട്ടാൽ ഒരു 2-2.5 കിലോ ഇറച്ചിക്ക് കാണത്തുള്ളൂ അച്ചാർ. വെളുത്തുള്ളി ഇടുവാന്നേ, എണ്ണ മൂത്ത് ഇതെല്ലാം വറുത്ത് പോയി കഴിയുമ്പോൾ ഇറച്ചി വറുത്ത് പാത്രത്തിലെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അതുപോലെ മൂപ്പിച്ചെടുക്കും. അടുപ്പായിരുന്നെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് നമുക്ക് തീ കത്തി എളുപ്പം എടുക്കാമായിരുന്നു. കല്ലൊക്കെ കൂട്ടി അടുപ്പ് കൂട്ടി അത് വിറവ് കത്തിച്ചാൽ എളുപ്പം മൂക്കുന്നത്. ഗ്യാസാകുമ്പോൾ ഇച്ചിരി താമസമുണ്ട്, എന്നാലും മൂപ്പായി വരുന്നു. ഉള്ളി ഇഞ്ചിയും നല്ലപോലെ മൂപ്പിച്ചെടുത്ത് അതിന്റെ വെള്ളം എല്ലാം പോയി നല്ലപോലെ വറുത്ത് കോരിയാല് ആ അച്ചാർ നല്ലതായിട്ട് വെക്കും. ഞാൻ 2015 ഇന്ത്യയോട് ജോലിക്ക് കയറിയപ്പോൾ മുതൽ കിട്ടുന്ന കുടുംബശ്രീ വഴി ഞങ്ങളുടെ അടുത്ത് തന്നെ മാങ്ങാനും ചെമ്മരപ്പള്ളിയും കൊടുക്കും. അച്ചാർ ഞാൻ തന്നെ ഇട്ട് സമ്മന്തിപ്പൊടി വീട്ടിൽ തന്നെ വിറവ് കൂട്ടി ചെയ്യുന്നത് തന്നെ. അത് അവധി ഒരു ഞായറാഴ്ച ദിവസം അവധി കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു അവധി എടുക്കും. ഞാനെല്ലാം ചെയ്ത് കമ്പനി കൊണ്ട് ഇപ്പം ചെയ്ത് ഞങ്ങൾ തുടങ്ങിയിട്ട് 2-ആഴ്ചയോളമായി. ഞങ്ങൾ വീട്ടിൽ തന്നെ മോളോടെ പോവുകയാണ് ചെയ്യുന്നത്. എല്ലാം വീടുകളിലും ഓൺലൈൻ വഴിയിലും കൊടുക്കുന്നത് ഉണ്ടായിരുന്നു. മീനും മാങ്ങായും കൂടുതൽ പോയത്. നമ്മള് മീനും മാങ്ങായുമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് ഇനിയിപ്പം നെല്ലിക്ക മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത്, നാരങ്ങ കൊണ്ട് വെച്ചേക്കുന്നതൊക്കെ ഓർഡർ വന്നിട്ടുണ്ട്. വെളിയിലോട്ട് കൊടുത്തു വിടാനായിട്ട് വന്നിട്ടുണ്ട്. ദുബായിക്കും ബഹറിലോട്ടും 2-3 പേർക്ക് വേണമെന്ന് പറഞ്ഞു. മീനും ബീഫും. ഞാൻ നേരത്തെ എൻ്റെ സാധനങ്ങൾ ഞാൻ കച്ചവടം ചെയ്ത സമയത്ത് അമേരിക്ക വരെ പോയിട്ടുണ്ട്. അത് 2012 കഴിഞ്ഞ പിന്നെ വീട്ടില് ഞാൻ ഒറ്റയ്ക്ക് തന്നെ. ചോറിന്റെ പരിപാടിയുണ്ട്. ഇത് കണ്ടാൽ എന്റെ കൂടെ ജോലി ചെയ്ത സർവ്വം തിരക്കും. എന്റെ പേര് റേച്ചൽ ബാബു എന്നാണ്. എന്റെ വീട്ടിലെ പേര് കൊച്ചുമോളെന്ന്. എന്നെ പിള്ളേർ വിളിക്കുന്നത് അമ്മാമ്മേന്ന്. റേച്ചൽ ബാബു എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്നും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ള രുചിയാണിത് അല്ലേ അച്ചാറിന്റെ. ഞാൻ തന്നെ അന്ന് എല്ലാം ചെയ്തോണ്ടിരുന്നു. ഇപ്പം പിന്നെ മോളൂടെ കൂടി അമ്മയും മോളൂടെ കൂടിയാണ് ചെയ്യുന്നത്. മൂപ്പായി ചെറുതായ ഒന്നുകൂടെ ഒന്ന് ശരം ഒരു 10 മിനിറ്റ് കൂടെ ആയി കഴിയുമ്പോൾ നല്ലപോലെ മൂത്തു. ഇപ്പം കണ്ടില്ലേ ചെറുതായി കളറായത്. ഇച്ചിരി കൂടെ ഒന്ന് മൂക്കാം. വെളുത്തുള്ളി മൂപ്പായി അത് കോരിക്കൊണ്ടിരിക്കുന്നു. ഈ കളറാകണം, എന്നാലേ അത് ശരിയാത്തുള്ളൂ. ഇച്ചിരി കൂടെ മൂത്താലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം.
എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ എണ്ണ ഇനി എന്നെ പിന്നെ ഇനി അത് ഇഞ്ചി വറുക്കാനുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഇഞ്ചി വറുത്ത് കോരുക. അത് കഴിയുമ്പോൾ ഞങ്ങള് ഇറച്ചി ഇരിപ്പുണ്ട്, അത് വറുത്ത് അതിന്റെ ഇഞ്ചി വറുക്കാനായിട്ട് ഇടുവാണ്. ഒരു 4-5 പച്ചമുളക്, ഒരു 6 പച്ചമുളക് ഇഞ്ചി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇടുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് കരിയാപ്പല ഇടാം. ആയി വരട്ടെ, പച്ചമുളക് ഒന്നും ഇതാകട്ടെ. ഇഞ്ചിയുടെ കൂടെ ഇടാനായി. ഇഞ്ചി ഒരുവിധം മൂപ്പായി വരും. അപ്പം നമുക്ക് ഉടനെ പച്ചമുളക് കൂടി ഇട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ കരിയാപ്പലയ്ക്ക് അധികം മൂപ്പില്ലല്ലോ. സാധനങ്ങളെല്ലാം വാർത്ത് കോരിയ ശേഷം ലാസ്റ്റാണ് ഇറച്ചി ഇട്ട് വറുക്കട്ടെ. അതിങ്ങനെ വരുന്നത് അത് അമ്മ നല്ലെണ്ണയ്ക്കകത്താകുമ്പോൾ അമ്മ ഇങ്ങനെ വരും, പതച്ച് പതേ വരുന്നത്. നല്ലെണ്ണയ്ക്കകത്ത്, വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കത്തില്ല, പെട്ടെന്ന് കനച്ചു. അത് കഴിയുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാവരുടെ ശകലം എടുത്ത് പൊടിച്ച് ഇറച്ചി വറുത്ത് കോരി കഴിയുമ്പോഴത്തേക്ക് മുളകൊക്കെ വയറ്റി ചേർത്ത് കഴിഞ്ഞ് ഇതെല്ലാം ശകലം എടുത്ത് വറുത്ത് പൊടിക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൂടെ കരിയാപ്പിലയോടെ. അപ്പോൾ ഏത് സാധനം ഉണ്ട്. എന്നിട്ട് ഈ അരപ്പ് ചേർക്കുന്ന കൂട്ടത്തിൽ മീനോട് ഇറച്ചി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നല്ല കുഴഞ്ഞിരിക്കും. നല്ല പരണ്ടിരിക്കുന്നത് നമുക്ക് ശകലം ഗ്രേവി വേണ്ടേ, അതിന് വേണ്ടി കരിയാപ്പല ഇടുവാന്ന് പേസ്റ്റ് പോലെ ഇരുന്നോളൂ. കരിയാപ്പില നല്ലോണം മൂക്കണോ? കരിയാപ്പില നല്ലപോലെ മൂക്കണം. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നു. എല്ലാ സാധനവും നല്ലപോലെ മൂപ്പിച്ചെടുത്താല് നമ്മുടെ സാധനം നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. ഇറച്ചി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പും ശകലം കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളം ഒന്നും തൊടാതെ ഞങ്ങൾ കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേല് കുറേശ്ശായിട്ട് ഞങ്ങൾ ഇത് എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുക്കും. വറുത്ത് കോരി കഴിയുമ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായം ഇതെല്ലാം ചേർക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര കിലോ ബീഫാ നമ്മള് 3 കിലോയ്ക്ക് അന്നേരം ഉണ്ട്. 1/2 കിലോ ഇഞ്ചി, 1/2 കിലോ വെളുത്തുള്ളി, പിന്നെ ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 2 കൂടെ കൂടിയാ വെച്ചേക്കുന്നത്. കാശ്മീരിയും മറ്റേ എരിവുള്ള മിക്സിങ് 2 കൂടെ തക്കാളി വീതമായിട്ട്. കറിക്ക് നിറവും വരും. എരിവ് കുറവുണ്ട്. അതിന് ഒരു പ്രത്യേക അതിനൊരു കറിക്ക് ഒരു കൊഴുപ്പ്. ഇത് കോരിഞ്ഞെടുക്കും. 2-3 കോരിയെടുക്കുമല്ലേ? ഉപ്പേരി വറുത്ത് കോരുന്ന പോലെ തന്നെ ഇറച്ചി അതുപോലെ നമ്മൾ വറുത്ത് കോരണം. ഇത്രയും മൂക്കാവുള്ളൂ. ഇത് കൂടാനും പറ്റത്തില്ല. ഇത് ഇച്ചിരി കൂടെ വേണേലും മൂക്കില്ല. ഇനിയിപ്പോ നമ്മള് മുളക് പൊടിക്കകത്തിട്ട് വറക്കുമ്പോളേ അന്നേരം ഇച്ചിരിയും കൂടി ഇതാവും. ഇനിയിപ്പോ ഏകദേശം ഈ ഒരു മൂപ്പ് കൊണ്ട് പിന്നെ ഇനി അടുത്ത ഇടുമ്പോ ഇച്ചിരി കൂടെ മൂപ്പ്.
അത്. അന്നേരം കറക്റ്റ് മൂപ്പാവും. നമ്മള് ഇറച്ചി വേവിച്ച് വന്നു കഴിയുമ്പോൾ ഇത് വറുത്തും കോരി വന്നു കഴിയുമ്പോൾ 5 കിലോ ഇട്ടാലും ഒരു 2-2.5 കിലോയിൽ കൂടുതൽ ഇറച്ചി കാണത്തില്ല. ആദ്യം ഒഴിച്ച എണ്ണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം ചെയ്യുന്നല്ലേ? അത് നല്ലെണ്ണ തന്നെയാണ് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ബീഫ് ഇടാവോ? നമ്മുടെ മെയിൻ സാധനം ബീഫ് വേവിച്ച് വെച്ചേക്കും. അത് കുറേശ്ശെ മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഞാൻ എൻ്റെ കുറേശ്ശെ ഇടുവാണ്. ഇതുപോലെ തന്നെ കിളികിലാന്ന് കേൾക്കും. ആ വറുത്ത നമ്മൾ കോരത്തില്ലേ, അന്നേരം ഇറച്ചിയും വേണം. ഞങ്ങള് ഒരു കഷ്ണം എടുത്ത് നമുക്കൊന്ന് മൂത്തോന്ന് നോക്കാം. എന്നിട്ട് വേണം നല്ലെണ്ണയ്ക്കകത്ത് നെയ്യൂടെ ഉണ്ടെങ്കിൽ കളിച്ച് കളിച്ച് എങ്ങനുണ്ട്? മൂപ്പായോ? ശകലം കൂടെ മൂക്കാനുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. കുരുമുളകിൻ്റെ അതും നമ്മുടെ ഇറച്ചി മൂത്തിട്ടുണ്ട്. മൂത്ത് വന്നല്ലേ? ഏകദേശം ഇതുപോലെ നല്ല കരകരാന്നും പറഞ്ഞ് മൂത്തെടുത്തെങ്കിലേ ഉള്ളൂ നമുക്ക് അച്ചാറ് ശരിയാവത്തുള്ളൂ. ചേർക്കാനുള്ള പരിപാടിക്ക് വെളുത്തുള്ളി ഇടുക. ചൂടായിട്ട് അതിന്റെ അടുത്തത് മുളക് പൊടി. എത്ര സ്പൂൺ ആയിരിക്കും? ഏകദേശം ഒരു 3 തവി അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടി. പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടിയാണ്. അത് ഉലുവ നമ്മൾ മേടിച്ചിട്ട് പൊടിച്ചു വെക്കുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ പൊടിച്ചു വെച്ചത്. ഇത് ഞാൻ അത് കൂട്ടി ഇളക്കണം. അന്നേരം ഇപ്പം മുളക് പൊടിയായി, മഞ്ഞപ്പൊടിയായി, ഉലുവ പൊടിച്ചു വെച്ചത്. ഉലുവ പൊടി തന്നെ വേണം അല്ലേ? ഉലുവ പൊടി തന്നെ. ഇനി കുരുമുളക് പൊടി. അതൊരു സ്പൂണോ? അത് എത്ര സ്പൂണോ? 2 സ്പൂൺ ഇടാം. അതും ഇളക്കണം അല്ലേ? കായപ്പൊടി ചേർക്കുക അല്ലേ? മസാലപ്പൊടി ഏകദേശം കുറച്ചല്ലേ? കൂടെ ഉപ്പ് വേണം അല്ലേ? നമ്മൾ വിനാഗിരി ചേർക്കുവാണ്. വിനാഗിരി ചേർക്കണം അല്ലേ? ഇറച്ചി ഇടുക അല്ലേ? ഇറച്ചി വറുത്ത് കോരി വെച്ചേക്കുന്നല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പലയും എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ്. അത് ഇതിന്റെ അകത്തോട്ട് ചേർക്കാൻ. അത് ഇത് ഇറച്ചി ഒന്ന് വരണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കും. ഒന്ന് കലക്കാം. ചൂടായി പോലെ എടുത്താൽ മതി. ഇപ്പൊ ഒരു അച്ചാറിന്റെ ഒരു ഇതായി. നമ്മുടെ ബീഫ് അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. മീനച്ചാർ ഇടുന്നുണ്ട്, ഇറച്ചി പിന്നെ കക്ക കിട്ടുവാണെങ്കിൽ കക്ക ഇറച്ചി ഇടും. എല്ലാ വകയും ഇട്ട് അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മാങ്ങ, നാരങ്ങ, ബീഫായി, മീനായി. 2 ദിവസത്തിന് മുമ്പ് ഞങ്ങള് വിളിച്ചു പറയുവാണെങ്കിൽ ഞങ്ങൾ അത് ഇട്ട് വെച്ചേക്കും. ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്യും. അത് കൊച്ചാമ്മ പറയുന്നത് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നു. ഞാൻ ആ സ്ക്രീനിൽ മൊബൈൽ നമ്പറും കൊച്ചാമ്മയുടെ മൊബൈൽ നമ്പറും ഓർഡർ ചെയ്യാനുള്ള എല്ലാ വാട്സപ്പ് നമ്പറും ഞാൻ സ്ക്രീനിൽ ചെയ്ത് ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൊച്ചാമ്മയുടെ അച്ചാർ മേടിച്ച് എല്ലാവരും കഴിക്കണം, സഹകരിക്കണം. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.